ചരക്ക് ലോറി സമരം 6ാം നാൾ പിന്നിട്ടതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് വരവ് പൂർണ്ണമായി നിലച്ചു. ഇതോടെ കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്നുള്ള കൊപ്ര, വെളിച്ചെണ്ണ, കുരുമുളക് തുടങ്ങിയവയുടെ കയറ്റുമതി താളം തെറ്റിയ അവസ്ഥയിലാണ്. ഇത് വിലക്കയറ്റത്തോടൊപ്പം അവശ്യ സാധനങ്ങളുടെ ദൗർബല്യത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ ലോറികൾ തടയാൻ തുടങ്ങിയതോടെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നായി എത്തിയിരുന്ന അരിയും ധാന്യങ്ങളും ലഭിക്കാതെയായി. നിർമ്മാണ പ്രവൃത്തിക്കായി കല്ലും മണ്ണും കൊണ്ടുപോകുന്ന ടിപ്പർ ലോറിയും സിമന്റ് കൊണ്ടുപോകുന്ന ലോറിയും തടയാനും ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. 4 ദിവസത്തിനകം, അതായത് 8ാം തീയതിക്കകം ഇതിനൊരു പരിഹാരം കാണുന്നില്ലെങ്കിൽ രാജ്യവ്യാപകമായി ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭ പരിപാടികളും വാഹനങ്ങൾ റോഡിൽ സർവീസ് നിർത്തിവെക്കുന്ന അടക്കമുള്ള വൻ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് സംഘടന മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ജില്ലയിലെ 30,000-ഓളം വരുന്ന വലിയ ലോറികളും ചെറിയ ലോറികളുമെല്ലാം നിരത്തിലിറങ്ങാത്ത അവസ്ഥയാണ്. ചരക്ക് ലോറി സമരം ഇനിയും തുടർന്നാൽ ജനം ദുരിതത്തിലാകും. അതേസമയം സമരത്തിൽ നിന്നും ഒരു വിഭാഗം പിന്മാറിയിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ചരക്ക് ലോറി വരവ് പൂർണ്ണമായി നിലച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ ദൗർലഭ്യതയ്ക്ക് കാരണമായി. വരും ദിവസങ്ങളിൽ ടിപ്പർ ലോറികളെയും സിമന്റ് കൊണ്ടുപോകുന്ന ലോറികളെയും തടയുമെന്ന ഫെഡറേഷന്റെ തീരുമാനം നിർമ്മാണ മേഖലയെയും സ്തംഭിപ്പിക്കും. ക്യാമറാമാൻ വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം ലിനിഷ പി കെ, റിപ്പോർട്ടർ, കോഴിക്കോട്.